ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡേ ബിഫോർ എക്സാം പ്ലസ് എക്സാം ഡേ വ്ളോഗാട്ടോ. ഇപ്പോൾ കാണുന്ന എൻ്റെ എക്സാമിൻ്റെ മുന്നേ ഉള്ള ദിവസം കേട്ടോ. രാവിലെ കട്ടനെടുത്ത് പുറത്തോട്ട് ഇറങ്ങി ചെടിയൊക്കെ എന്തായെന്ന് നോക്കാൻ വേണ്ടി. റംബൂട്ടാൻ്റെ കുരു കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളർന്നോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് രാവിലെ അങ്ങ് ഇറങ്ങി. യൂഷ്വലി എനിക്ക് ഈവനിങ്സിലാണ് ജിമ്മിൽ പോകാൻ ഇഷ്ടം. പക്ഷെ ഇപ്പോൾ അത് മോർണിംഗിലോട്ട് മാറ്റി. കാരണം ഒരു മോർണിംഗ് വർക്കൗട്ടും ആവും. അതുപോലെ തന്നെ മോർണിംഗ് ആണ് ജിമ്മിൽ അത്ര തിരക്കില്ലാത്തത്. സമാധാനമായിട്ട് ഇന്ന് ചെയ്യാൻ പറ്റും. ഇന്ന് ആം ഡേ ആയിരുന്നു. കുറേ നാളായി ഞാൻ ജിമ്മിൽ പോകുന്നു. പക്ഷേ ഈ ആം ഡേ കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് കൈവേദന. പക്ഷെ ആദ്യം യൂസ് ചെയ്തതിൻ്റെ അത്ര ഇല്ല കേട്ടോ, അത് കുറഞ്ഞു വരുന്നുണ്ട്. സോ കമ്മിങ് ടു മൈ എക്സാംസ്, നാളെ എനിക്ക് 2 എക്സാംസ് ആണുള്ളത്. ഒരെണ്ണം മോർണിംഗ് 9 o'clock പിന്നെ ഒരെണ്ണം 12 ആണ്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2 എക്സാമും 2 സെൻറ്റേഴ്സാണ്. സോ ഇത് രണ്ടും തമ്മിലൊരു 20 കിലോമീറ്റേഴ്സോളം ഗ്യാപ്പ് ഉണ്ട്. സോ ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്തതിന് ഞാൻ എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടാണ് ഉള്ളത്. അങ്ങനെ ജിമ്മ് കഴിഞ്ഞു. പിന്നെ നാളത്തേക്കുള്ള ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പഠിക്കാനായിട്ട് ഇരുന്നു. ഇതൊരു ലാസ്റ്റ് മിനിറ്റ് മോക്ക് എന്നൊക്കെ പറയാം. നമ്മൾ മോക്കിൻ്റെ മാർക്ക് കണ്ട് തളരരുത്, അതാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ചിലപ്പോൾ എല്ലാം അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചിലപ്പോൾ ഒന്നും അറിഞ്ഞിടാത്തതായിരിക്കും. ബട്ട് എന്ത് വന്നാലും ട്രൈ ചെയ്യുക. അങ്ങനെ മോക്കൊക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വിശന്നു. അപ്പോൾ ഒരു അവക്കാഡോ ഷേക്കും പിന്നെ ബാക്കി ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് ടോസ്റ്റും ചെയ്തു. എന്താണെന്നറിയില്ല, ഈ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ പഠിച്ചു കഴിയുമ്പോഴൊക്കെ ഭയങ്കര വിശപ്പായി. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഒരു 10 to 15 minutes ബ്രേക്കൊക്കെ എടുത്തിട്ട് അടുത്ത സെഷനിലോട്ട് കയറി. സത്യം പറഞ്ഞാൽ എനിക്കത്ര ടെൻഷനില്ല ഈ എക്സാംസ് എഴുതാൻ. കാരണം ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ഞാനിതിന് പോകുന്നതിന് എൻ്റെ ഒരു അനാലിസിസിന് വേണ്ടിയിട്ടാണ്. എനിക്ക് എന്തൊക്കെ അറിയാം, അറിഞ്ഞൂടാ എന്നൊക്കെ ഉള്ളതിന്. ഇതൊക്കെ ഞാൻ കണ്ട ക്ലാസ്സിൻ്റെ നോട്ട്സാണ്. സോ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. പിന്നെ മോക്ക് ടെസ്റ്റ് എടുക്കുക, അതിൻ്റെ അനാലിസിസ് ചെയ്യുക. ഇതാണ് ഞാൻ മെയിൻ റിവിഷനായിട്ട് പ്ലാൻ ചെയ്തത്. നമ്മൾ പഠിച്ച കാര്യം എക്സാമിന് വന്നാൽ തെറ്റരുത് എന്ന തോട്ടിൽ പഠിക്കുക. സോ ലഞ്ചിന് പൊറോട്ട ആയിരുന്നു. പൊറോട്ട ആൻഡ് വളരെ കുറച്ച് കറി. ലഞ്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കി. ഇപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ 1 ഷോട്ടിൽ കുറേ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ എക്സാം ഡേ ആണ്. ഞാൻ പറഞ്ഞു എനിക്ക് രാവിലെ എക്സാം ഉണ്ട്. സോ സെൻറ്റർ കുറച്ച് ദൂരെയാണ്. അപ്പം ഞാനൊരു 6:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ ഞാൻ എത്തത്തുള്ളൂ. 5:30 എണീക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ ആകെയുള്ളൊരു ടെൻഷൻ എന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സെൻറ്ററിൽ എത്തുമോ എന്നുള്ളതാണ്. കാരണം എനിക്ക് 10 മണിക്ക് എക്സാം കഴിഞ്ഞാലും 10:30 അവരെന്നെ വിടത്തുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത എക്സാമിൻ്റെ ഗേറ്റ് ക്ലോസിങ് വരുന്നത് 11:30. സോ ഞാൻ ആ ഒരു ടൈമിൽ അവിടെ എത്തുമോ എന്നുള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ എക്സാമിന് ഇറങ്ങുവാണ്. സോ ഓഫ്റ്റർ ഫസ്റ്റ് എക്സാം സെൻറ്റർ രാവിലെയാണ് ഞങ്ങൾ പെട്ടെന്ന് എത്തി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഫസ്റ്റ് എക്സാം വാസ് ആൻ ആവറേജ് എക്സാം. നോട്ട് ടു ഈസി, പക്ഷെ അത്രയും ഡിഫിക്കൾട്ടും അല്ല, എന്നാൽ കുഴപ്പമില്ല. ഇത് ഞാൻ സെക്കൻഡ് സെൻറ്ററിലോട്ട് പോവുക കേട്ടോ. ആക്ച്വലി ഞങ്ങൾ കറക്റ്റ് ടൈമിന് തന്നെ എത്തി. വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ 2 എക്സാമും കഴിഞ്ഞ് എന്തെങ്കിലും കഴിക്കാനായിട്ട് പോവുക. രാവിലെ എന്തെങ്കിലും കഴിച്ചതാ, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അവിടെ അടുത്ത് ബർഗർ ഷോപ്പ് ഉണ്ടായിരുന്നു. സോ ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ചു. സോ കമ്മിങ് ടു മൈ എക്സാം, സെക്കൻഡ് എക്സാം, അത് കുറച്ചല്ല നല്ല പാടായിരുന്നു. കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അങ്ങനെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നന്നായിട്ട് ഉറങ്ങി എണീറ്റിട്ട് അന്ന് ഓണം ഷോപ്പിങ്ങിന് വാങ്ങിച്ച കപ്പ് നൂഡിൽസ് ഉണ്ടായിരുന്നു. സോ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ നൂഡിൽസ് ആക്ച്വലി കുറച്ച് ഫ്ലോപ്പായി പോയി. കാരണം ഞങ്ങൾ വാട്ടർ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞത് മൊത്തം കളഞ്ഞില്ലായിരുന്നു, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ സോസ് ഒന്നും അതിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ലായിരുന്നു. സോസ് സ്റ്റിക്ക് ഓൺ ചെയ്യാത്തതുകൊണ്ട് നൂഡിൽ അത്ര സ്പൈസി അല്ലായിരുന്നു. കാരണം ആ വെള്ളത്തിൽ അതങ്ങ് പോയി. പിന്നെ ഇതിൽ സീസണിങ് അവർ തന്ന എനിക്ക് തോന്നുന്നു സെസ്മി സീഡ്സും സീവീഡ് ആണെന്ന്. പിന്നെ ഇതിൽ ചീസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവറോൾ ഇടയ്ക്കൊക്കെ കഴിക്കാൻ കൊള്ളാം, അത്രേ ഉള്ളൂ. ഇപ്പം എനിക്കറിയാം ഞാൻ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസ് ഒന്നും റെഗുലറായിട്ട് ഇടാറില്ലെന്ന്. ബട്ട് ഐ എം ട്രൈങ് ടു പുട്ട് വീഡിയോസ് റെഗുലർലി. ഹോപ്പ്ഫുള്ളി ഐ വിൽ ഡു സോ. എപ്പോഴും ഞാനിങ്ങനെ എക്സാം ആൻഡ് സ്റ്റഡി കണ്ടന്റ് ഇടുന്നതുകൊണ്ട് അത് ബോറിംഗ് ആണോ എന്നറിയില്ല. സോ ഡു കമൻറ്റ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.